മാഷേ, ഇപ്പം ഒരു കുംഭമേള കേരളത്തിൽ നടക്കാറുണ്ട്. ഈ കുറി അത് നടക്കുമോ മാവാമുകുന്ദന്റെ മുമ്പിൽ? കുംഭമേളയായിരിക്കുമോ, അതൊരു വലിയ കലാപമായിരിക്കുമോ, എന്തായിരിക്കും എന്ന രീതിയിലേക്ക് പിന്നാമ്പുറത്തിൽ ധാരാളം കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ കേൾക്കുന്ന കഥകൾ തികച്ചും ഞെട്ടിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ അവിടുത്തെ തദ്ദേശ സ്ഥാപനം പുഴ കയ്യേറി ഇതിനു വേണ്ടി താൽക്കാലിക പാലം കെട്ടാൻ പാടില്ല, മണ്ണിടിച്ച് നിരത്താൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ മലപ്പുറം മാത്രമല്ല, കേരളവും ഇന്ത്യ മൊത്തവും ഇതിന് കാത്തിരുന്ന ആ കാലാവധിയിലേക്ക് അടുക്കുമ്പോൾ പെട്ടെന്ന് ഗവൺമെന്റിന്റെ പിണറായി വിജയനെയൊക്കെ പോയി കണ്ടിട്ട് ആരംഭിച്ചൊരു കാര്യമാണെന്ന് ഓർക്കണം. എല്ലാ പിന്തുണയും അദ്ദേഹത്തിന്റെ വാഗ്ദാനം ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ ഒരു നോട്ടീസിന്റെ രൂപത്തിൽ കാര്യങ്ങൾ പതിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ അതിശക്തമായൊരു ഗൂഢാലോചനയുണ്ട്. ഇലക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇലക്ഷൻ വരുന്നത് പല കാര്യങ്ങളിലും ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇലക്ഷൻ വരുന്നതിന് മുൻപ് 2 ക്യാമ്പയിനാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരാണ്, ഹിന്ദുക്കൾ മുസ്ലിങ്ങൾക്കെതിരാണ്, ക്രിസ്ത്യാനിക്കെതിരാണ് മുസ്ലിം ഹിന്ദു, ഇങ്ങനെ ഒരു വർഗീയതയെ കാണിച്ചുകൊണ്ടുള്ളൊരു രീതിയുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാ എക്സ്പീരിയൻസിൽ കാണുന്നത്, ഇപ്പോൾ മലബാറിൽ എത്രയോ ഈ കാവുകളും തെയ്യക്കോലങ്ങളും ഒക്കെ ആടുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയെല്ലാം മതഭേദമില്ലാതെ എല്ലാവരും വന്ന് അതിൽ പങ്കെടുത്ത് അതൊരു നാടിന്റെ ഉത്സവമാക്കി മാറ്റുമ്പോൾ അവർക്കാർക്കും ഇല്ലാത്ത ഈ മത വ്യത്യാസം ഭരണാധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കണ്ടുകൊണ്ട് അവർക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളെ പോലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായൊരു വസ്തുത. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇങ്ങനെ. അതായത് ഇപ്പോൾ ഇതിനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടുമെന്ന് ഇവരങ്ങ് വ്യാമോഹിക്കുകയാണ്. ഇനി അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള സന്തോഷം കിട്ടിക്കഴിയും, അവരുടെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ വീഴും. അടുത്തത് നേരെ സംഘടനകൾ കോടതിയിൽ പോകുന്നു. ഹിന്ദു സംഘടനകൾ കോടതി ഉത്തരവുണ്ടാകുന്നു, നടത്തുന്നതിന് നിബന്ധനകൾ പാലിച്ച് നടത്താൻ അനുമതി കൊടുക്കണം. അപ്പോഴെന്ത് സംഭവിച്ചു? കോടതി അനുവദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടപ്പോൾ ആദ്യം വീണ ന്യൂനപക്ഷത്തിന്റെ മനോഭാവം അവിടെ നിൽക്കുന്നു. അടുത്ത സാധനം എന്താണ്? ഭൂരിപക്ഷത്തിന്റെ തർക്കം അവിടെ തീർന്നില്ലേ? നിങ്ങളുടെ കാര്യം നടന്നില്ലേ? ഗവൺമെന്റ് എതിരുന്നില്ലല്ലോ, ഗവൺമെന്റ് നിബന്ധനകൾ മുന്നോട്ട് വെക്കുകയല്ലേ ചെയ്തുള്ളൂ. ഈ രീതിയിലുള്ള ഒരു ഉട്ടോപ്യൻ പ്രത്യയശാസ്ത്രവുമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ എതിർക്കുന്നത്. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് ചോദിക്കും. അതായത് തദ്ദേശ സ്ഥാപനം അനുമതി നിഷേധിച്ചിരിക്കുന്നത് ആ പുഴയിൽ നിന്ന്, ഭാരതപ്പുഴയിൽ നിന്നാണല്ലോ മണൽ വാരിക്കൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിക്കുന്നതിരെ. അത് പ്രകൃതി സ്നേഹത്തിന്റെ ഒരു ലക്ഷണമല്ലേ? അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ഒരു ബാലൻസിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമല്ലേ? മണൽ മാറ്റുന്ന അപകടകരമല്ലേ? മണൽ മാറ്റി ഇപ്പൊ ഭാരതപ്പുഴ തന്നെ അപകടത്തിലായിരിക്കുകയാണ്. എപ്പോഴേ ചൂടുകാലം വരുന്നതിന് മുമ്പേ വരണ്ടു പോവുകയാണ്. അപ്പൊ ഇതൊരു സംരക്ഷണ നടപടിയല്ലേ മുഖ്യമന്ത്രി? ആലുവയിൽ ശിവരാത്രിക്കും കർക്കിടക വാവിനും നമ്മൾ മലയാളികൾ എല്ലാവരും പോകുന്നതാണ്. അവിടെ ഈ സ്ഥിരമായ പാലം വരുന്നതിന് മുൻപ് വരെ എന്താണ് ചെയ്തിരുന്നത്? താൽക്കാലിക പാലം, തടയണകൾ, ബണ്ടുകൾ, വെള്ളത്തിലെ ബാരിക്കേഡുകൾ, വെള്ളത്തിലേക്ക് പൂജാവശിഷ്ടങ്ങളുടെ വളരെ എത്ര ടണ്ണാണ് ഓരോ ദിവസവും ആ രീതിയിൽ പോകുന്നത്. അന്നൊന്നും സർക്കാരിനൊന്നും തോന്നിയില്ലല്ലോ. അടുത്തത് ചെറുകോൽ പുഴയിൽ ഹിന്ദു രാഷ്ട്രീയമുണ്ട്. ചെറുകോൽ പുഴ എന്ന് പറയുമ്പോൾ പമ്പാ നദീതീരത്തല്ലേ ഹിന്ദുമത പരിഷത്ത് നടത്തുന്നത്? അതേപോലെ തന്നെ മാരവൺ കൺവെൻഷനും അവിടെ തന്നെയാണ് നടക്കുന്നത്. ഒരേ മൈതാനം എന്നാണ് എന്റെ ഓർമ്മ. അവിടെ ഇതേപോലെ അപ്പുറം ഇപ്പുറം, അതെ, പമ്പയുടെ ഇരുകരകളല്ലേ, അവിടെ പാല നിർമ്മാണം എല്ലാം നടക്കുന്നുണ്ട്. അവിടെ മലിനീകരണത്തിന് വേണ്ട സകല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. മലിനീകരണം ഉണ്ട്, പക്ഷെ പാലമില്ലാതെ ആൾക്കാർക്ക് വരാം അവിടെ. അപ്പൊ ശബരിമലയിൽ എന്താണ് ഈ പ്രകൃതി സ്നേഹമൊന്നും ശബരിമലയിൽ ബാധകമല്ലേ? വരുന്ന ഭക്തന്മാരുടെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ പമ്പാ നദിയിൽ ഒഴുക്കുന്നു. അവിടുത്തെ ഈ ടോയ്ലറ്റ് മാലിന്യങ്ങൾ നേരെ പമ്പാ നദിയിലേക്ക് കൊടുക്കുന്നു. ഇത്രയും വലിയ ജനസഞ്ചയം എത്തുന്നിടത്ത് ജലസംരക്ഷണത്തിന് വേണ്ടി എന്ത് നടപടിയാണുള്ളത്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്ത് സംരക്ഷണം, ചിലയിടത്ത് പരിസ്ഥിതി എന്ന് പറയുകയും ഇത്തരമൊരു കാര്യം കൊടുക്കുമ്പോൾ ഈ സർക്കാരിന് ഇത്രമാത്രം ബോധമില്ലെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. 4 ലക്ഷം കോടി രൂപയാണ് UP ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ കുംഭമേളയിൽ. ഏറ്റവും കുറഞ്ഞ പക്ഷം കേരളത്തിൽ 1 ലക്ഷം കോടി രൂപയുടേതെങ്കിലുമായ ഒരു ട്രാൻസാക്ഷൻ നടക്കേണ്ട ഒരു സംഭവമാണ്. ഇതിന്റെ ചരിത്രം നോക്കിയാലേ ഈ കുംഭമേള എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ മാമാങ്കത്തിന്റെ സ്മരണയിലാണ് ഇത് ചെയ്യുന്നത്. രണ്ടും 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ്. മാമാങ്കം അവിടെ നടന്നിരുന്നു. ആ നടന്നിരുന്നത് പിന്നീട് അത് മൈസൂർ സുൽത്താനായ ഹൈദരാലി 1766
മലബാർ ആക്രമിച്ചതോടുകൂടിയാണ്. അതോടുകൂടി സാമൂതിരിയുടെ അധികാരം തീർന്നു. പിന്നീട് വന്ന ബ്രിട്ടീഷുകാരും ഈ സാധനത്തെ അങ്ങ് നിരോധിച്ചു. കാരണം മലബാർ സുൽത്താനാകട്ടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരാകട്ടെ ഈ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ല, അവരത് നിരോധിച്ചു അല്ലെങ്കിൽ നിഷേധിച്ചു, സ്വാഭാവികമായ കാര്യമാണ്. എന്നാൽ ഒരു സാംസ്കാരിക ഉത്സവം കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് UP കാണിച്ചു കൊടുക്കുമ്പോൾ, കേരളത്തിന് അതിനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ, നമ്മുടെ ഇടുങ്ങിയ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല അതിൽ വരേണ്ടത്. ജനങ്ങൾക്ക് രാഷ്ട്രീയം കൊണ്ടാണോ സന്തോഷം കിട്ടുന്നത്, പൊതുവെ മതം കൊണ്ടാണ്. ലോകത്ത് എവിടെയും ശ്രദ്ധിച്ചു നോക്കും, മതം കൊണ്ടാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഉരുക്കുമുട്ടി എല്ലായിടത്തും ദുഃഖവും ഉണ്ടാവുന്നുണ്ട്. കൂടുതൽ മരണം നടന്നിരിക്കുന്നത് മതത്തിന്റെ പേരിലാണോ രാഷ്ട്രീയത്തിന്റെ പേരിലാണോ? മതത്തിന്റെ പേരിലാണെന്ന് നമുക്ക് ഒരു സംശയം. കുരിശുയുദ്ധങ്ങളുടെ കാലത്ത്, കുരിശുയുദ്ധത്തിന്റെ കാലത്ത് ഇപ്പൊ ഈ ആഫ്രിക്കയിൽ നടക്കുന്നത് എന്താ? മതത്തിന്റെ പേരിൽ യമൻ, അതുപോലെ തന്നെ സിറിയ, എത്ര മരണങ്ങളാണ് കണ്ടത്? പലസ്തീൻ, അതുപോലെ എത്ര മരണങ്ങളാണ് നമ്മൾ കണ്ടത്? കൂട്ടക്കൊലകൾ നടന്നിട്ടുള്ളത് സ്റ്റാലിന്റെ കാലത്ത് നടന്നത്. ഹിറ്റ്ലറിനേക്കാൾ കൂടുതൽ ആൾക്കാരെ സ്റ്റാലിൻ കൊന്നിട്ടുണ്ട്, പോൾ പോട്ട് കൊന്നിട്ടുണ്ട്. ആ കഥകൾ നമ്മൾ പറയേണ്ടതില്ലല്ലോ. താരതമ്യം ചെയ്യണ്ട. അല്ല, താരതമ്യം ചെയ്താലും രാഷ്ട്രീയം മനുഷ്യനെ കൊല്ലാൻ പാടില്ലായിരുന്നു. തീർച്ചയായിട്ടും. കാരണം മതത്തിന് വേണ്ടിയാണ്, എന്റെ മതത്തിന് വേണ്ടിയാണ് മറ്റേ മതം. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രം ജനങ്ങളെ കൊല്ലുക എന്ന് പറയുന്നത് എത്ര നൃശംസതയാണത്. അപ്പോൾ ആ രീതിയിൽ മതത്തെ എതിർക്കാൻ ശ്രമിക്കുന്തോറും മതം വളർന്ന ചരിത്രമാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പൊ ഇവിടെ ഇതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്? ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വിത്ത് പാകുന്ന, വളം ഇടുന്ന, അതിന് വെള്ളമൊഴിക്കുന്ന, അതിന് കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവിടുത്തെ വില്ലേജ് ഓഫീസറുടെ ഒരു പേപ്പറിലൂടെ സംഭവിക്കുന്നത്. കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയത എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകുന്നത് എപ്പോഴൊക്കെ അതിനെ അമർത്താനും അടിച്ചമർത്താനും ശ്രമിച്ചിട്ടുണ്ടോ അവിടെ ഉണ്ടാകും. മറുഭാഗത്തെ ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ അതും ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത ഉണ്ടാകുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന സ്റ്റോപ്പ് മെമ്മോയാണ്, അല്ലാതെ നടത്തണ്ട എന്നുള്ള പറഞ്ഞിട്ടില്ല. കലക്ടർ പറഞ്ഞത് ഗോ ഹെഡ്, ഞാനിപ്പോ ഇത്തിരി തിരക്കിലാണ്, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ അനുമതി നൽകാമെന്നാണ്. ഇവിടെ ഇപ്പൊ ഒരു പാലം മാത്രമേ അപകടത്തിലാവുന്നുള്ളൂ. ഈ കുംഭമേളയ്ക്ക് യാതൊരു അപകടവുമില്ല, അത് ചെയ്യാം. ആളുകൾക്ക് വരാൻ വേണ്ടിയിട്ടൊരു പാലം, അതിന് ആൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കുമെന്ന് VHPയുടെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നടക്കും, അതിന്റെ ശോഭ കെടും എന്ന് മാത്രം കൺക്ലൂഡ്. അതെ, അവിടെയാണ് ആദ്യം പറഞ്ഞ വാചകത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നത്. അതായത് ഞങ്ങൾ അനുവദിച്ചല്ലോ, സാങ്കേതികമായ ചില പിഴവുകളല്ലേ ഈ ഗവൺമെന്റിൽ ഇത് അനുവദിച്ചത്. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് സൂചിപ്പിക്കൽ എവിടെ നടന്നു? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആക്ച്വലി നമ്മൾക്ക് വള്ളുവ കോനാതിരിയെ കുറിച്ച് നമുക്കറിയാം, സാമൂതിരിയെ കുറിച്ചും അറിയാം. അതായത് സാമൂതിരി ഈ വള്ളുവ കോനാതിരിയുടെ അധികാരം പിടിച്ചെടുത്തു. അതോടുകൂടി അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ചാവേറുകൾ വന്ന് സാമൂതിരിയുടെ ചുറ്റും ആയിരക്കണക്കിന് ഭടന്മാർ നിൽക്കുമ്പോൾ അവരെ മറികടന്ന് സാമൂതിരിയെ കൊല്ലുമെന്ന പ്രതിജ്ഞ എടുത്ത് വരുന്നവരെ വെട്ടിക്കൊല്ലുന്ന, അവരെ മണിക്കിണറിലിട്ട് ചവിട്ടി താഴ്ത്തി, ആനയെ കൊണ്ട് ചവിട്ടി താഴ്ത്തുന്ന ഒരു ചരിത്രമുള്ള സ്ഥലമാണിത്. ആ ചരിത്രത്തിന്റെ പിന്നിൽ മനുഷ്യൻ ഇതിനോടുള്ള ആവേശമാണ് കാണുന്നത്. സ്വന്തം ജീവൻ ബലി കഴിച്ചാണെങ്കിലും ഈ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത് മരണം വരിച്ച് ആ ഒരു ആഘോഷത്തെ സജീവമാക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് ഇപ്പോൾ ഈ കൊലയും കൊള്ളയും ഒന്നും അവിടെ നടക്കുന്നില്ല. പിന്നെയോ ഇതൊരു വ്യാപാര ഉത്സവമാണ്. ഈ വ്യാപാര ഉത്സവത്തിൽ ഇവിടെ പണ്ട് നടന്നിരുന്നപ്പോൾ യൂറോപ്പിൽ നിന്ന് വരുമായിരുന്നു, പേർഷ്യയിൽ നിന്ന് വരുമായിരുന്നു, ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഈ മാമങ്കത്തോടനുബന്ധിച്ച് ഉള്ള വ്യാപാരം നടക്കുമായിരുന്നു. അത് ലോക സഞ്ചാരികൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ കേരളത്തിന് ഒരു സോഷ്യൽ ഫെസ്റ്റിവൽ ആയിട്ട് വരുന്ന ഒരു കാര്യത്തിൽ ഗവൺമെന്റ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെ, അപ്പോ ഒരു സോഷ്യൽ ഫെസ്റ്റിവലിന് എല്ലാ തരത്തിലുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ് ഗവൺമെന്റ്. അതല്ലാതെ അതിനെ ഇങ്ങനെ തൊടുന്യായം പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ചെയ്യേണ്ടതല്ല. ഓക്കെ, അവിടെ പാലം നിർമ്മാണത്തില് പ്രശ്നമാണെങ്കിൽ കളക്ടർ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു, സംഘടനകളുടെ നിബന്ധനകൾ ഇന്ന പോലെ നിങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് പാലം നിർമ്മിക്കാം, ഈ കണ്ടീഷൻസ് പാലിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് മെമ്മോ വരുമോ? ഇല്ലല്ലോ. സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ദുരിതപുഷ്ടമായ ഒരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതിന് അവിടെ പിന്നെ വേറൊരു മേളയും കൂടെ നടക്കാറുണ്ട് ഇതേ സമയത്ത് ഇതിന്റെ ഭാഗമായിട്ട്. അതായത് സർവോദയ സമ്മേളനം എന്ന് പറഞ്ഞ ഒന്നാണ്. അതിന് ഈ സ്റ്റോപ്പ് മെമ്മോ തടസ്സമാകും എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. സാറേ, പണ്ട് ഇതില് തർക്കശാസ്ത്ര സദസ്സുകൾ, വിജ്ഞാന സദസ്സുകൾ, ഈ സർവ മത സമ്മേളന വേദികൾ തുടങ്ങി ഇതൊരു സാംസ്കാരിക ഉത്സവമായിരുന്നു. അതായത് വ്യാപാരമേള ഉണ്ടായിരുന്നു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആ നാടിന്റെ ഏറ്റവും വലിയ പൈതൃക ഉത്സവമായിരുന്നു അത്. ആ ഉത്സവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലോകം
അല്ലെങ്കിൽ മനുഷ്യരാശി നിലനിൽക്കുന്നത് അവരും മറ്റു മനുഷ്യരുമായിട്ട് ഇടകലർന്ന സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ്. ആ സന്തോഷത്തിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ ചുമതല. അതിനെ സുഖകരമാക്കാൻ ഗവൺമെന്റാണ് സംവിധാനം ഒരുക്കേണ്ടത്. ഗവൺമെന്റ് തടസ്സം പിടിക്കാനല്ല നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്കത് മിക്കവാറും ഈ ശബരിമല പോലൊരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ അത് അതോ രാഷ്ട്രീയമായ ഒരു ചർച്ചയുടെ ഷിഫ്റ്റിംഗ് ആണോ അതൊന്നും സംശയിക്കാം. കാരണം ശബരിമലയിൽ നിന്ന് അങ്ങോട്ടൊരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണോ അങ്ങ് ശബരിമല എന്ന് പറഞ്ഞ പത്തനംതിട്ട ജില്ലയിൽ അങ്ങ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, നിഗൂഢ ശ്രമം ആണോ ഇതെന്ന് നമുക്ക് സംശയിക്കാം.